ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിപ്പാറയിലെ യുവ കർഷകയായ വീട്ടമ്മ ശ്രീമതി രാജി അഗസ്റ്റിൻ പൊന്നാമ്പേൽ തന്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. വാഴത്തോപ്പ് പഞ്ചായത്തിലെ മഞ്ഞപ്പാറ പ്രദേശത്തെ ഒരു യുവ കർഷകയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീട്ടമ്മയാണ്, ഒപ്പം കർഷകയാണ്. രാജി അഗസ്റ്റിൻ പൊന്നമ്പേൽ. നമുക്ക് രാജിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഈ രാജി കൃഷികളിലൊക്കെ ഇങ്ങനെ ഏർപ്പെട്ടു തുടങ്ങിയിട്ട് എത്ര നാളുകളായി? ഞാന് 4-5 വർഷം ആയി. നേരത്തെ കൃഷിയൊന്നും ചെയ്യാലായിരുന്നു? നേരത്തെ കൃഷി ഏലം അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം റബ്ബർ ഒക്കെ ആയിരുന്നു. റബ്ബർ കൊടുത്തിട്ടാണ് നമ്മള് ഏലത്തിലേക്ക് തിരിഞ്ഞത്. ഏലം വെച്ചു, പിന്നെ ജാതി, അത് രണ്ടുമാണ് നമ്മള് പുതിയതായിട്ട് തുടങ്ങിയ കൃഷി. ഓൾറെഡി നമുക്ക് റബ്ബർ ഉണ്ടായിരുന്നു, കുരുമുളകും ഉണ്ടായിരുന്നു, കോയും ഉണ്ടായിരുന്നു, കൊക്കോ കൊടുത്തു. അതായത് രാജിയുടെ സ്വന്തം വീട് എവിടെയായിരുന്നു? എന്റെ സ്വന്തം വീട് ചുരുളി. അവിടെ തന്നെയാണോ നേരത്തെ ഇപ്പോഴും താമസിക്കുന്നത്? അല്ല, ഇവിടെ നമ്മള് മഞ്ഞപ്പാറ, ചുരുളിയിൽ എന്റെ സ്വന്തം വീട്. എന്നെ കെട്ടിച്ചു വിട്ടേക്കുന്നത് മഞ്ഞപ്പാറ. അപ്പൊ ഇവിടെ ഭർത്താവിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എന്തൊക്കെ കൃഷികളാണ് ഉണ്ടായിരുന്നത്? വന്നപ്പം റബ്ബർ മാത്രം, റബ്ബറും കുറച്ച് തെങ്ങ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാണ് ജാതി നട്ടതും ഏലം, കുരുമുളക് കൃഷി തുടങ്ങിയത്. അതായത് ഇപ്പൊ 5 വർഷം 6 വർഷം ആയുള്ളൂ രാജി സ്വന്തമായിട്ട് കൃഷികൾ ചെയ്യാൻ തുടങ്ങിയിട്ട്, അല്ലേ? ഭർത്താവ് മരിച്ചുപോയി, അതിനുശേഷമാണ്. അതായത് രാജിയുടെ ഭർത്താവിന് ഒരു അസുഖം വന്നു, അത് മരണമടഞ്ഞു. അതിനുശേഷമാണ് ഇപ്പൊ തനിയെ കൃഷികൾ ആരംഭിച്ചത്, അല്ലേ? അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഏലം, കൊക്കോ, ജാതി, കുരുമുളക്, പിന്നെ ആട്, കോഴി, താറാവ് തുടങ്ങിയ ഐറ്റങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പശുവിനെ വളർത്തുന്നുണ്ട്, പശുവുണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് മക്കള് 3 പേരാണ്. 3 പേരെ പഠിപ്പിക്കണം. മൂത്തവള് BSc നഴ്സിംഗ് ഈ ഡിസംബർ 10 പഠിച്ചിറങ്ങുവള്. രണ്ടാമത്തവള് 2ാം വർഷം. ഇളയത് 10ാം ക്ലാസ്സിൽ ഈ വർഷം പഠിക്കുന്നു. ഇപ്പൊ എത്ര ഏക്കർ സ്ഥലമുണ്ട്? 2 ഏക്കർ സ്ഥലം. ഈ 2 ഏക്കർ സ്ഥലത്ത് ഇപ്പൊ ഏലമൊക്കെ ആദായമായോ? 3ാം വർഷം ഏലം കായ്ക്കാൻ തുടങ്ങി. ഇപ്പം പ്രധാനമായിട്ട് ആദായം ഉള്ളത് ഏതിനാണ്? ഇപ്പം നമുക്ക് ഏലത്തിനും ഉണ്ട്, റബ്ബറും ഉണ്ട്. ജാതി കായ്ക്കാൻ തുടങ്ങി, നമുക്ക് ആദായത്തോടെ അടുത്ത് വന്നിട്ടില്ല. കുരുമുളക് നമ്മള് നട്ട് 2 വർഷം ആയി. ഈ പശു വളർത്തുക, ആട്, കോഴി, താറാവ് തുടങ്ങിയ ഇനങ്ങളും ഏലവും റബ്ബറുമാണ് ഇപ്പം പ്രധാനമായിട്ട് ആദായം തരുന്ന ഇനങ്ങളുള്ളത്. അപ്പൊ ഈ റബ്ബറൊക്കെ നട്ടിട്ട് നേരത്തെ മുതൽ കൃഷി ഉണ്ടായിരുന്നതായിരുന്നല്ലോ? റബ്ബർ നമുക്ക് നേരത്തെ മുതൽ കൃഷി ഉണ്ടായിരുന്നതാ. അപ്പം ടാപ്പിംഗ് ഒക്കെ ആരാണ് ചെയ്യുന്നത്? ടാപ്പിംഗ് കുറച്ച് ഞാൻ ചെയ്യും, ബാക്കി ഒരാളെ നിർത്തി ചെയ്യിപ്പിക്കും. അപ്പോൾ എത്ര മരങ്ങളുണ്ട്? റബ്ബർ 100 എണ്ണം. ഏതിനോ ഒക്കെ അറിയാവോ? 418 ഒരു പുതിയ ഇപ്പൊ നമ്മള് കൃഷി ചെയ്തേക്കണേ. ആദ്യത്തേത് 105 ആയിരുന്നു. അത് കൊടുത്തിട്ടാണ് നമ്മള് 418 കൃഷി ചെയ്തേക്കണത്. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പാലിന്റെ അളവിന് വ്യത്യാസമുണ്ട്. അളവ് കൂടുതലും തൂക്കം കുറവാ. 418 105 ആണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അളവ് കുറവാണെങ്കിലും തൂക്കം കൂടുതൽ. അപ്പൊ ഇത് ഏകദേശം നമുക്ക് ഒരു വർഷം എത്ര ദിവസം ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഏകദേശം നമുക്ക് കാലാവസ്ഥ ശരിയാണെങ്കിൽ നമുക്കൊരു 100-130 വെട്ട് കിട്ടും. റെയിൻ ഗാർഡൊക്കെ ഇട്ടിട്ടുണ്ടോ? ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് 130. അല്ലാതെ തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു 10-60 വെട്ടൊക്കെ കിട്ടത്തുള്ളൂ. അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കിട്ടും. ഈ വർഷത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിയുമ്പോ മഴയല്ലേ, മഴ അങ്ങ് മാറുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട്. എത്ര ദിവസം കൂടുമ്പോ ടാപ്പിംഗ് നടത്തും? ആദ്യത്തെ നമ്മൾ വെട്ടി കുറച്ച് ദിവസം കഴിയും, ഒരു 10 വെട്ട് അടുപ്പിച്ച് വെട്ടുക. ബാക്കിയുള്ള ദിവസങ്ങൾ ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ വെട്ടും. ഇതിന് നമുക്ക് റബ്ബറിന് എന്തെങ്കിലുമൊക്കെ വളപ്രയോഗങ്ങളൊക്കെ നടത്തേണ്ടി വരുന്നുണ്ടോ? നമ്മൾ കൂടുതലും ജൈവവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടിയാണ് കൂടുതലും നമ്മൾ
മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് എത്ര തവണ ഒരു വർഷത്തിൽ ചെയ്യേണ്ടി വരും? ഒരു വർഷത്തിൽ 2 തവണ നമുക്ക് ചെയ്യാം, 6 മാസം കൂടുമ്പോൾ. ഈ രോഗങ്ങൾ, പട്ടമരപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? അത് നമുക്ക് കൂടുതലും കാണുന്നത് നമ്മൾ ഷെയ്ഡ് ഇട്ട് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ പട്ടമരപ്പ് കാണുന്നത്. അതല്ലെങ്കിൽ അത്രയും കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു റബ്ബറിന്റെ വില വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പത്തെ വിലക്ക് കുഴപ്പമില്ല. എത്ര രൂപ വരെ കിട്ടുന്നുണ്ട്? 230 അത്രയായിട്ടുണ്ട്. നമ്മൾ റബ്ബർ വെട്ടി പാലെടുത്ത് പാലാണോ വിൽക്കുന്നത് അതോ ഷീറ്റാക്കിയാണോ കൊടുക്കുന്നത്? ഷീറ്റായിട്ട് കൊടുക്കണത്. അപ്പൊ നമുക്ക് ഷീറ്റ് അടിക്കാനൊക്കെ യന്ത്രമൊക്കെ സ്വന്തമായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആര് ചെയ്യും? അത് ഞാൻ ചെയ്യും. ഈ ഒട്ടുപാലായിട്ടൊക്കെ കൊടുക്കാൻ പാലായിട്ട് എടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഷീറ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. ഒട്ടുപാൽ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഷീറ്റ് ഉണങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വില കൂടുമ്പോ കൊടുക്കാം. ഈ ഷീറ്റ് ഉണങ്ങുന്നതിന് വേണ്ടി പുകപ്പുരയൊക്കെ ഉണ്ടോ? പുകപ്പുരയുണ്ട്. ഇനി ആട്, കോഴി, താറാവ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എത്ര മാത്രം ഉണ്ട്? അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ആട് നമുക്കിപ്പം ഒരു 6 എണ്ണം ഉണ്ട്. ഒരു മുട്ടനുണ്ട്, ബീറ്റല് മുട്ടനാണ്. അത് ഒരു 150 കിലോ അടുത്ത് തന്നെ ഒരു വലിയൊരു മുട്ടനാണ്. പിന്നെ അതിന്റെ ചെറിയ 2 കോട്ട എന്ന് പറഞ്ഞൊരു ആട് ഉണ്ട്. അതിന് കറവ കൂടുതലുണ്ട്. നമുക്ക് 1 ലിറ്റർ പാല്, 1 ലിറ്റർ പാലല്ല, നമുക്ക് കുഞ്ഞു കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ കിട്ടും. പിന്നെ ഒരു 2-3 അല്ല മലബാറി ആടുകൾ ഉണ്ട്. അപ്പൊ ആടിന്റെ പാല് വിൽക്കാനുണ്ടോ? ആടിന്റെ പാല് കൊടുക്കുന്നുണ്ട്. അയൽവക്കത്തുള്ള വീടുകളിൽ കൊടുക്കുമോ അതല്ല നമ്മൾ കടകളിൽ കൊടുക്കുമോ? നമ്മള് വീടുകളിലും കൊടുക്കുന്നുണ്ട്, കടകളിലും കൊടുക്കും, സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. അതിന് വില കൂടുതൽ കിട്ടുമോ? ആട്ടുംപാലിന് നമുക്ക് ലിറ്ററിന് 100 രൂപ വെച്ച് കിട്ടും. ഒരു നേരമാണോ ഇത് കറവ പാല് വിൽക്കുന്നത്? ആടിന്റെ പാല് വിൽക്കുന്നത്? ആടിന്റെ ഒരു നേരം കൊടുക്കണം നമ്മള്. ഈ കുഞ്ഞു പിള്ളേരുള്ളവര് വീട്ടിൽ മേടിച്ച്. അപ്പൊ ഈ ആടിന്റെ കൂടൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കിയത്? ആടിന്റെ കൂട് നമ്മള് പനയുടെ തട്ടടിച്ച് മുകളിൽ ഷീറ്റിട്ട് ഉണ്ടാക്കിയേക്കണത്. അതിന് ഈ ആടിന് നമ്മൾ എന്താ തീറ്റയായിട്ട് കൊടുക്കുന്നത്? തീറ്റയായിട്ട് നമ്മള് പുല്ല്, പ്ലാവല, ഓക്ക, ബ്ലോക്ക് പുല്ല് എന്നൊക്കെ പറയുന്ന പുല്ല് അങ്ങനെയുള്ള നട്ടു വളർത്തിയിട്ടുണ്ട്. അത് എല്ലാം കൂടെ കൂട്ടി നമ്മൾ കൊടുക്കുന്നത്. ആടിനെ നമ്മൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് രോഗങ്ങളോ മറ്റൊക്കെ വരുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആടിനെ വളർത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇന്ന് നമ്മൾ കൂട്ടി കയറുക, കൂടും പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുക. പിന്നെ നമ്മള് കണ്ടമാനി വളിച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഈ ആടിനെ എല്ലാ ദിവസവും കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ? അങ്ങനെ എല്ലാ ദിവസവും ഒന്നും കുളിപ്പിക്കണ്ട. കറവയാടിനെ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിച്ചാൽ നല്ലതാ. എല്ലാ ആടിനെ ആഴ്ചയിൽ ഒരു ദിവസം കുളിപ്പിക്കുകയാണെങ്കിൽ ചൂട് അങ്ങനെയുള്ളത് അങ്ങനെയൊക്കെ ഒഴിവായി കിട്ടും, അസുഖങ്ങള്. പിന്നെ നമ്മുടെ നോക്കുന്ന രീതിയാണ് ഏറ്റവും പ്രധാനം. എല്ലാ ദിവസവും തൊഴുത്തിൽ കയറണം, ആട്ടിൻകൂട്ട് കയറണം, വൃത്തിയാക്കണം. അതുങ്ങൾ നിൽക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. ആട്ടിൻ കുഞ്ഞുങ്ങളെ വിൽക്കുവോ? എങ്ങനെയാണ്? ആട്ടിൻ കുഞ്ഞുങ്ങളെ കൊടുക്കും. നമുക്കതൊരു 3 മാസം കഴിയുമ്പോൾ കൊടുക്കാം. കുഞ്ഞുങ്ങളുണ്ടായി എത്ര തവണ ഒരു വർഷം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? ഒരു വർഷത്തിന് ഒരു തവണ. നമുക്ക് പാലിന്റെ ഉൽപാദനം അല്ല, കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പം നമുക്ക് ഇത് ചെയ്യാം. കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകും. ഒരു ആട്ടിൻകുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ വരെ കിട്ടിയിട്ടുണ്ട്? ഒരു ആട്ടിൻകുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ 6000-7000. അപ്പൊ ഈ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോ ബീറ്റിൽസിന്റെ കുഞ്ഞായിട്ടാണോ കിട്ടുന്നത്? എങ്ങനെയാണ്? നമുക്ക് നമ്മൾ ഏത് ആടിനെ ക്രോസ് ചെയ്യണോ ആ ഇതില് കിട്ടുന്നത് കുഞ്ഞിനെ കിട്ടും നമുക്ക്. ഈ ബീറ്റിൽസിന്റെ കുഞ്ഞിന് ഒരെണ്ണത്തിന് 6000-7000 വിലയേ ഉള്ളൂ? അല്ല, അതിൽ കൂടുതലുണ്ട്. നമുക്ക് 3 മാസം അല്ലെ 4 മാസത്തിൽ കൊടുക്കുവാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് 12 രൂപ. ഇച്ചിരി അത് കഴിഞ്ഞ് മാസങ്ങൾ വരുംതോറും വില കൂടിക്കൊണ്ടിരിക്കും. ബീറ്റിൽസ് ആടിന് നമ്മൾ പ്രധാനമായിട്ടും മറ്റ് ആടുകൾക്ക് കൊടുക്കുന്ന പോലെയുള്ള തീറ്റകൾ തന്നെ കൊടുത്താൽ മതിയാവും? തീറ്റ തന്നെ കൊടുക്കും നമ്മള്. ഈ ബീറ്റിൽസിന്റെ ഈ ഉള്ള ആടിനെ എവിടുന്നാണ് അന്നേരം വാങ്ങിച്ചത്? ഞാൻ ആദ്യം മേടിക്കണത് കട്ടപ്പനേന്നാ. അതിന് അന്ന് എന്ത് വിലയായി? അന്ന് അതിന് 12 രൂപ. അപ്പോൾ ആടുവളർത്തല് ലാഭകരമായ കൃഷിയാണല്ലേ? ആടുവളർത്തല് ലാഭകരമായ കൃഷിയാ. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഇനി ഈ കോഴി, താറാവ്, പിന്നെ അങ്ങനെ എന്തൊക്കെ ഐറ്റങ്ങളുണ്ടല്ലോ, അത് എന്തൊക്കെയാണുള്ളത്?
കോഴി, താറാവ്, കഴുകം, ഗിനി. അത് എത്ര എണ്ണമൊക്കെ വെച്ചുണ്ട്? കോഴി ഒരു 10-15 ഉണ്ട്. ഗിനിയുണ്ട് ഒരു 15, താറാവുണ്ട് 12, കഴുകുണ്ട് 6. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെയാ ഇതിന് കൂടുകൾ വേറെ വേറെ വേണം? എല്ലാത്തിനും സെപ്പറേറ്റ് കൂടുകളാ. താറാവിന്, കഴുകത്തിന്. ഗിനീനെ നമ്മള് കോഴിയുടെ കൂട്ടത്തിലൊരു കള്ളിയിലേക്ക് ഇട്ടേക്കുക. ഗിനി എല്ലാ ദിവസവും തന്നെ മുട്ടയിടും. താറാവും കുഴപ്പമില്ല, എല്ലാ ദിവസവും മുട്ടയിടും. കോഴി, ആട്, താറാവ്, ഗിനി, കൽക അതിന്റെയൊക്കെ പരിചരണ കാര്യങ്ങൾ, അതിന്റെ തീറ്റ കൊടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അത് നമ്മള് കൂടുതലും നമ്മള് കോഴിക്ക് കൊടുക്കണത് തീറ്റ നമ്മൾ മേടിച്ചു കൊടുക്കുക. താറാവിനും കഴുകത്തിനും ഈ കോഴിക്ക് കൊണ്ട് തന്നെ കൂടെ തീറ്റ കൊടുക്കും. പിന്നെ കൂടുതൽ നമ്മുടെ വീട്ടിലെ വന്ന വേസ്റ്റുകളുണ്ട്, അത് താറാവിന് കൊടുക്കും. പിന്നെ പുല്ല് പറിച്ചു കൊടുക്കും, ഇലകള് താറാവിനും കഴുകത്തിനൊക്കെ കൊടുക്കും. അത്രയൊക്കെ തീറ്റയൊക്കെ കൊടുക്കുന്നുള്ളൂ. പിന്നെ വെള്ളം ഒരു ടാങ്ക് കെട്ടി അതിനകത്ത് താറാവിന് കുളിക്കാനുള്ള വെള്ളം കൊടുക്കും. 2-3 നേരം ആ വെള്ളം മറച്ച് കളഞ്ഞ് നമ്മൾ ചെരുവത്തിലാണ് വെക്കണത്, അത് കളഞ്ഞ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. വേറെ ഇതിനെ തുറന്നു വിടുകയൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ? തുറന്നു വിടുന്നില്ല, നമുക്ക് ഈ തൊഴുത്തിനോട് ചേർന്ന് നമുക്ക് ഏലം നിൽക്കണത്. ഇതുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തം കൊത്തി തിന്നും, അതുകൊണ്ട് അങ്ങനെ അഴിച്ചു വിടുകയല്ല. കഴുകത്തിന്റെ അല്ലേ ഇറച്ചിക്ക് വിൽക്കുന്നത്? കഴുക ഏതാണ്ട് ഒരു 10-15 കിലോ അടുത്ത് തൂക്കം തന്നെ ഒരു എന്താ. അത് എത്ര കിലോ ആകുമ്പോ നമ്മളിത് വിൽക്കും? അതിനൊരു 6 മാസം കൊണ്ടൊക്കെ അതൊരു 10-12-13 കിലോ അടുത്ത് തൂക്കം വരുന്നുണ്ട്. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് നമുക്ക് ആ 1.5 ഉള്ള തൂക്കത്തിനാകും നമ്മൾ കൊടുക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ആളുകൾ അന്വേഷിച്ചു വരും? വീട്ടിൽ നിന്ന് വന്ന ആൾക്കാർ മേടിക്കും. ഒരെണ്ണത്തിന് ഒരു ഇത്ര വില വെച്ച് കൊടുക്കും? ഇല്ല, നമ്മൾ അന്നേരം തൂക്കത്തിന് കൊടുക്കും. എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഒരു കിലോ? ഒരു കഴുകത്തിൻ്റെതാണെങ്കിൽ ഒരു 400 രൂപ 450 രൂപ വെച്ച് കിലോയ്ക്ക് കിട്ടും നമുക്ക്. അവരപ്പോ തന്നെ പൈസ കൊണ്ടുപോകും? അന്നേരം തന്നെ പൈസ കൊണ്ടുപോകുള്ളൂ. അത് ഇതിന്റെ ഈ മുട്ട വിരിയിക്കുന്നതിനൊക്കെ എത്ര ദിവസം എടുക്കും കഴുകത്തിന്റെ? കഴുകത്തിന്റെ മുട്ട നമ്മള് കുഞ്ഞുങ്ങളെ കൂടുതൽ നമ്മൾ മേടിക്കുക ചെയ്യണം, വിരിയിക്കുന്നില്ല നമ്മള്. നമുക്ക് അതിനാലെ പിന്നെ അതിനുള്ള പാത്ത ഉണ്ടെങ്കിൽ പാത്തയില് വിരിച്ച് 10-23 ദിവസം അടുത്ത് വരും വിരിയിച്ചെടുക്കാൻ. അത് പാത്തയുടെ കുഞ്ഞുങ്ങൾ നമ്മൾ വിരിയിക്കുന്നുണ്ട്. പാത്തയുടെയും താറാവിന്റെ, കഴുകത്തിന്റെ കുഞ്ഞുങ്ങൾ കൂടുതൽ നമ്മൾ മേടിക്കുക. ഒരു കുഞ്ഞിന് എത്ര വില കൊടുക്കേണ്ടി വരും? 450 രൂപ വെച്ച് കൊടുക്കണം. അത് എവിടെയാ നമുക്ക് കിട്ടുന്നത്? അത് നമുക്ക് കട്ടപ്പനയൊക്കെ കിട്ടും. അത് 6 ഉണ്ടല്ലേ കഴുകൻ? 6 ഉണ്ട്. കഴുകത്തിനെ വളർത്തുന്നത് ഇറച്ചിക്ക് വിൽക്കാൻ വേണ്ടി മാത്രമാണ്? അതിന് മുട്ടയിടും. അതിന്റെ മുട്ട നല്ല മുഴുത്ത മുട്ടയാ. എത്ര ദിവസം കൂടുമ്പോൾ മുട്ടയിടും? 3 മാസം കഴിയുമ്പോ തൊട്ട് അതുങ്ങൾ മുട്ടയിടും. അത് ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇടും. പിന്നെ അതൊരു 2-3-4 ദിവസം ഇടാതിരുന്നിട്ട് വീണ്ടും അത് ഇടും. അപ്പൊ അത് ഒരു കഴുകത്തിന്റെ മുട്ട എത്ര രൂപ കിട്ടും? ഒരു മുട്ടയ്ക്ക് 15 രൂപ. അത് നമുക്ക് എവിടെ കൊണ്ട വിൽക്കേണ്ടി വരും? എല്ലാ മുട്ട വീടുകളിൽ ഒന്ന് മേടിച്ചോണ്ട് പോളും. ഈ കഴുകത്തിന്റെ മുട്ടയ്ക്ക് വലിപ്പം കൂടുതലുണ്ട്? കഴുകത്തിന്റെ മുട്ടയ്ക്ക് താറാവ് മുട്ടയേക്കാളും വലിപ്പം കൂടുതലുണ്ട്. അപ്പൊ ഈ കോഴി എത്ര ഉണ്ടെന്ന് പറഞ്ഞു? കോഴി 15. അതിന്റെ കോഴിമുട്ടയും താറാവ് മുട്ടയും എല്ലാ മുട്ടകളും വീട്ടിൽ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകോളൂ. കോഴിമുട്ടയ്ക്ക് എത്ര രൂപ കിട്ടും? 7 രൂപ. താറാവിന്റെ മുട്ടയ്ക്ക് 10 രൂപ. അപ്പൊ ഇതിന്റെയൊക്കെ പരിചരണം രാവിലെ നമ്മൾ വില കൊടുത്ത് ഇതിനെല്ലാം തീറ്റ വാങ്ങിക്കേണ്ടി വരുന്നുണ്ട്? ഉണ്ട്. അതും ഈ മുട്ട വിറ്റാല് നമുക്ക് ആദായകരമാണോ? കുഴപ്പമില്ല, നമുക്ക് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോകും. ഇറച്ചിയുടെ വില എല്ലാം കൂടെ കൂട്ടുമ്പോ കുഴപ്പമില്ലാത്ത രീതിയില്. ഈ കോഴി മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര നാളത്തേക്ക് നമുക്ക് മുട്ട കിട്ടും? കോഴി 5 മാസം ആകുമ്പം നമ്മള് കുഞ്ഞിനെ മേടിക്കണമെങ്കിൽ 5-ാം മാസം കോഴി മുട്ടയിടും. അത് കഴിഞ്ഞിട്ട് എത്ര നാൾ വരെ തുടർന്ന് കിട്ടും? അത് തുടർന്ന് ഒരു 10 നല്ല തീറ്റയൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു 18-21 ദിവസം തുടരെ മുട്ടയിടും. അത് കഴിഞ്ഞൊരു ക്യാപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഇട്ടോളും. അത് എത്ര, 1 വർഷം വരെ കിട്ടുമോ? 1 വർഷം കൂടുതൽ കിട്ടും. അത് കഴിയുമ്പോ 1 വർഷം കഴിയുമ്പോ നമുക്ക് ആ കോഴിനെ വേണമെങ്കിൽ മാറ്റാം, നമുക്ക് വിൽക്കേണ്ടി വരും. അതിനെ അത് ഇറച്ചിയായിട്ട് വിൽക്കും അല്ലേ? ഇറച്ചിയായിട്ട് കൊടുക്കും. അതിന് അങ്ങനെ നമ്മൾ വിൽക്കുമ്പോ ഈ കോഴിക്ക് എത്ര വില കിട്ടും? നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോ കിലോയ്ക്ക് 250 രൂപ വെച്ച്. അത് തൂക്കത്തിന് വരും. 2-3 കിലോ ഉള്ളതൊക്കെ കാണും, 4 കിലോ ഉള്ളത്. അങ്ങനെ തൂക്കം അനുസരിച്ചാണ് കൊടുക്കുന്നത്. പശു വളർത്തലുണ്ടെന്ന് പറഞ്ഞല്ലോ, എത്ര പശുക്കളെ പരിപാലിക്കുന്നുണ്ട്? പശു 6 എണ്ണം. അതിന് തൊഴുത്തൊക്കെ അന്നേരം നന്നായിട്ട് പണിതുണ്ട്? നല്ല തൊഴുത്ത. അപ്പൊ ഇതിന്റെ പരിപാലനങ്ങൾ, അതായത് കറവ, മറ്റ് പണികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എങ്ങനെയാ തന്നെ ചെയ്യും? രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോഴേക്കും എന്നിട്ട് പശുവിന്റെ കറവകളെല്ലാം കഴിഞ്ഞ് പാലെല്ലാം കൊടുത്ത്. അത് പാല് നമ്മള് കറവയൊക്കെ എങ്ങനെയാണ്? കറവ തന്നെ മെഷീൻ ഉപയോഗിച്ചല്ല? കൈ കൊണ്ട് എല്ലാം തന്നെ ചെയ്യും? തന്നെ. അപ്പൊ കറവയുള്ള എത്ര പശുക്കളുണ്ട്? കറവയുള്ളത് 4 എണ്ണം. ഈ 4 എണ്ണത്തിന്റെ എത്ര ലിറ്റർ പാല് വരെ കിട്ടും രാവിലെ? രാവിലെ 4 എണ്ണത്തിന് 40 ലിറ്റർ കിട്ടും. 40 ലിറ്റർ പാല്. അപ്പൊ നമുക്ക് അവിടെ വന്ന് എടുത്തോണ്ട് പോവോ അതോ നമ്മൾ കൊണ്ടേ കൊടുക്കേണ്ടി വരുമോ? 10-15 വീടുകളിൽ കൊടുക്കുന്നുണ്ട്, 2 ഗവൺമെന്റിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി പാല് സൊസൈറ്റി കൊണ്ട് കൊടുക്കും. അതെങ്ങനെയാ നമ്മൾ കൊണ്ടുപോകുന്നത്? ഈ പശുവിനെ നമ്മൾ പരിപാലിക്കുമ്പോൾ അതിനും പുല്ല് ഒരുപാട് വേണ്ടി വരുമല്ലോ, അതുപോലെ കാലിത്തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പുല്ല് കുറച്ച് കൊടുക്കും, കുറച്ച് കച്ചി കൊടുക്കും, ബാക്കി കാലിത്തീറ്റ, കമ്പുപൊടി, അങ്ങനെ
എല്ലാം കൂടെ കൂട്ടിയുള്ളൊരു കൊടുക്കുന്നത്. പുല്ല് അങ്ങനെ ഒത്തിരി കൊടുക്കുന്നില്ല, ഒരു 2-3 കെട്ട് പുല്ലൊക്കെ ദിവസം കൊടുക്കും. ഉച്ച കഴിഞ്ഞ് കറക്കേണ്ടി വരുമോ? ഉച്ച കഴിഞ്ഞും കറക്കണം. അപ്പൊ അത് സൊസൈറ്റി വിൽക്കേണ്ട പാലുണ്ടോ? ആ, അത് അപ്പോഴും കൊണ്ട് 3-4 വീട്ടുകാർക്ക് കൊടുക്കാനുണ്ട്, ബാക്കി സൊസൈറ്റി കൊടുക്കും. ഈ സൊസൈറ്റി കൊടുക്കുന്നതാണോ വീടുകളിൽ കൊടുക്കുന്നതാണോ നമുക്ക് ലാഭം? വീടുകളിൽ കൊടുക്കുന്നത്. സൊസൈറ്റിയിലെ പാലിന് എത്ര രൂപ വരെ കിട്ടുന്നുണ്ട് വില? സൊസൈറ്റിയിൽ ഇപ്പൊ നമുക്ക് 50 രൂപ വെച്ചുണ്ട്. അത് മിൽമയാണോ? മിൽമ. പിന്നീട് നമ്മൾ ഈ പശുക്കളെ ഇത്രയും പരിപാലിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് രോഗങ്ങളോ മറ്റ് കീടബാധകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അത് നമ്മള് നിങ്ങളെ കുളിപ്പിക്കുക, വൃത്തിയായി സൂക്ഷിക്കുക, നമ്മൾ തൊഴുത്തും അതിന്റെ പരിസരവും നല്ല വൃത്തിയായി ഇടുക. രോഗലക്ഷണങ്ങളൊക്കെ കണ്ടാൽ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ അടുത്തുള്ള ആശുപത്രിയിൽ നിന്ന് ഡോക്ടറെ വിളിച്ച് മരുന്ന് മേടിച്ച്, ഇഞ്ചക്ഷൻ എടുക്കണാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കും, മരുന്ന് കൊടുക്കണ്ടാണ് മരുന്ന് കൊടുക്കും. അങ്ങനെ രോഗങ്ങളൊന്നും വന്നിട്ടില്ലായിരിക്കും അല്ലേ? രോഗങ്ങൾ അകിടുവീക്കം വരും, പക്ഷെ നമ്മൾ ഇതിന് മരുന്ന് മേടിച്ച് കൊടുക്കും, കുറയും. വലിയ സുഖം ഇതുവരെ വന്നിട്ടില്ല. കുട്ടികളെ ഈ ജോലി കാര്യങ്ങളൊക്കെ സഹായിക്കുമോ? ഇളയവനേ ഉള്ളൂ വീട്ടില്, അപ്പൊ അവൻ ചെയ്യും. ഏലം കൃഷി ചെയ്തിട്ടുള്ളന്നല്ലേ പറഞ്ഞു? ഏതിനം ഏലമാണ് കൃഷി ചെയ്തിട്ടുള്ളത്? കുമിളിയേലം. ഇപ്പൊ ആദായമായി വരുന്നതേ ഉള്ളൂ അല്ലേ? 3-ാം വർഷം. ഈ വർഷം ആദായമായി തുടങ്ങി. നനച്ചു കൊടുക്കാൻ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ? വെള്ളം കുഴപ്പമില്ല, നമുക്ക് കുഴൽക്കിണറുണ്ട്, വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാനും 3 മക്കളും. മൂത്ത കൊച്ച് റോസ്മി BSc നഴ്സിംഗ് മംഗലാപുരം പഠിക്കുന്നു. രണ്ടാമത്തത് റോസ്ന ജനറൽ നഴ്സിംഗ് മംഗലാപുരം പഠിക്കുന്നു, 2-ാം വർഷം. ഇളയ കൊച്ച് റോജിന അഗസ്റ്റിൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പഴുത്തോപ്പ്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പശു വളർത്തുന്നു, ഏലം, കൊക്കോ, ജാതി, കുരുമുളക്, ആട്, കോഴി, താറാവ്, കഴുകൊക്കെ വളർത്തുന്നു, പശുക്കളെ വളർത്തുന്നു അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ മറ്റാരെങ്കിലുമൊക്കെ സഹായമൊക്കെ വേണ്ടി വരുന്നുണ്ടോ? ഇല്ല, പുല്ല് എത്താൻ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് കൂട്ടും, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാ പണികളും തന്നെ മകനുകളുടെ ഇടയ്ക്ക് കൂടും. ഇപ്പൊ ഇങ്ങനെ പോകുമ്പോ ഒരുവിധം ആദായകരമായിട്ടാണോ തോന്നുന്നത്? എന്താണ് അഭിപ്രായം? ആദായകരമായിട്ട് തന്നെ തോന്നുന്നത്. കുടുംബശ്രീ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? കുടുംബശ്രീ ഉണ്ട്. അതിന്റെ കീഴിൽ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്ങുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സഹായമൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. ക്രെഡിറ്റ് യൂണിയനിലോ അങ്ങനെ എന്തെങ്കിലും? ക്രെഡിറ്റ് യൂണിയൻ ഇല്ല, നമുക്കവിടെ ഒരു സംഘമുണ്ട്, മടയും സമന്യായുടെ ഒരു സംഘമുണ്ട്. ആ സംഘത്തിൽ നിന്നുള്ള സഹായമുണ്ട്. നമുക്ക് ഇതൊക്കെ മേടിക്കാനുള്ള പൈസ ലോണായിട്ട് അവർ തരും. അങ്ങനെ ഒരു ആവശ്യ സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് അവരെ കൊണ്ട്. ഈ കൃഷികളും ആദായങ്ങളും ഒക്കെ കൊണ്ടാണ് കുട്ടികളെ പഠിപ്പിക്കുക എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ടല്ലേ? ഉണ്ട്. പൊതുവെ ഈ പ്രദേശത്തൊക്കെ എങ്ങനെയാണ് സ്ത്രീകൾ ഇങ്ങനെ വേറെ ഒത്തിരി സ്ത്രീകൾ ഇത്തരം സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരുണ്ടോ? കുറച്ചു പേരൊക്കെ ഉണ്ട്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ തൊഴിലുറപ്പ് ഇങ്ങനെയുള്ള സംരംഭം. എന്തായാലും ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം കിട്ടുന്നുണ്ടോ? ഇല്ല. അതെന്താണ്? അത് കിട്ടിയില്ല, ഞാൻ വെച്ചതായിരുന്നു, അത് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല. കൃഷിഭവനിൽ നിന്നല്ല പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ കിട്ടുന്നുണ്ടോ? അങ്ങനെയും കിട്ടിയിട്ടില്ല. കൃഷിഭവനിൽ നിന്ന് അവരുടെ ഉപദേശങ്ങൾ അങ്ങനെയൊന്നും തേടിയിട്ടുമില്ല. ഉള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള കൃഷികളൊക്കെ കൊണ്ട് മുന്നോട്ട് പോകുന്നു അല്ലേ? അത്രേ ഉള്ളൂ. സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, വാഴത്തോപ്പ് പഞ്ചായത്തിലെ മഞ്ഞപ്പാറ പ്രദേശത്തെ യുവ കർഷകയായ വീട്ടമ്മയായ രാജി അഗസ്റ്റിൻ പൊന്നമ്പേലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. വാഴത്തോപ്പ് മണിപ്പാറയിലെ കർഷകയും വീട്ടമ്മയുമായ ശ്രീമതി രാജി അഗസ്റ്റിൻ പൊന്നാമ്പേലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ജാതിക്കായുടെ വിളവെടുപ്പും സംസ്കരണവും. മിരിസ്റ്റിക്ക ഫ്രാഗ്രൻസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ജാതിയുടെ കായ്കൾ 9ാം മാസം എത്തുമ്പോൾ പാകമാകും. വളർച്ചയെത്തിയ മരങ്ങളിൽ വർഷത്തിൽ മിക്കവാറും പൂവുണ്ടാവുമെന്നതിനാൽ എല്ലാ മാസവും എന്ന പോലെ കായകൾ കാണും. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ പൂക്കളും കായകളും ഉണ്ടാകുന്നത്. കായുടെ പുറന്തോട് പൊട്ടുന്നതോടെ വിളവെടുപ്പ് നടത്താം. തോട്ടി ഉപയോഗിച്ച് പറിച്ചെടുക്കുകയോ താഴെ വീഴുമ്പോൾ പെറുക്കിയെടുക്കുകയോ ആണ് പതിവ് രീതികൾ. പുറന്തോട് നീക്കം ചെയ്ത് ജാതിപത്രി നീക്കം ചെയ്ത ശേഷം കായകൾ ഉണക്കാനിടുന്നു.
കായ്കളും പത്രിയും വെയിലിൽ ഉണക്കുകയോ ഡ്രയർ ഉപയോഗിച്ച് ജലാംശം നീക്കുകയോ വേണം. പുറന്തോട് അച്ചാർ, ജാം, ജെല്ലി എന്നിവ ഉണ്ടാക്കാനായി ഉപയോഗിക്കാം. 10 വർഷം പ്രായമായ ഉൽപാദനക്ഷമത കൂടിയ മരങ്ങളിൽ നിന്നും സാധാരണയായി 1000 കായ്കൾ വരെ ലഭിക്കും. അതായത് 7 മുതൽ 10 വരെ കിലോ കായ്കൾ. ഇതിൽ നിന്നും 1 മുതൽ 2 വരെ ജാതിപത്രി ലഭിക്കും. ജാതിക്കായുടെയും ജാതിപത്രിയുടെയും ഗുണമേന്മ സംസ്കരണത്തിൻ്റെ മെച്ചമനുസരിച്ചാണ്. കഴുകിയെടുത്ത് ഉണക്കി ശുചിയാക്കി തരം തിരിച്ച് പായ്ക്ക് ചെയ്തെടുക്കുകയാണ് സംസ്കരണ രീതി. ഈ ഘട്ടങ്ങളിലെല്ലാം ഇവയുടെ മണവും സുഗന്ധവും നിറവും രൂപവും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവയിൽ ഏറ്റവും പ്രധാനമായത് ഉണക്കലാണ്. ഉയർന്ന ജലാംശം കുറച്ചു കൊണ്ടുവന്ന് സൂക്ഷ്മാണുക്കളില്ലാതെ സൂക്ഷിക്കുകയെന്നതാണ് പ്രധാനം. 42 മുതൽ 50% വരെ ഈർപ്പം പറിച്ചെടുത്തയുടനെ കായ്കളിലും 32 മുതൽ 36% വരെ ഈർപ്പം ജാതിപത്രിയിലും കാണും. കേരളത്തിൽ കൂടുതലായി വെയിലിൽ ഉണക്കുന്ന രീതിയാണ് അവലംബിച്ചു പോരുന്നത്. ഒരു പരിധിയിൽ കൂടുതൽ ഉണങ്ങിയാൽ ഗുണമേന്മ നശിച്ചു പോകും. വെയിലിൽ ഉണക്കുമ്പോൾ പറിച്ചെടുത്ത കായ്കൾ വെയിലിൽ നിരത്തിവെച്ച് ഉണങ്ങുന്നു. കായ്കൾ കുടുങ്ങുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നതുവരെ ഉണക്കുക എന്നതാണ് രീതി. കായ്കളും ജാതിപത്രിയും വെവ്വേറെ വച്ചാണ് ഉണക്കാറ്. 10 മുതൽ 12 ദിവസം വരെ വേണ്ടിവരും കായ്കൾ ഉണങ്ങാൻ. പായിലോ തടിപ്പാത്രത്തിലോ നിരത്തി ഉണക്കാം. കായുടെ പുറന്തോട് തടി കൊണ്ടോ മറ്റോ അടിച്ചു പൊട്ടിച്ച് നീക്കം ചെയ്യണം. വിളവെടുപ്പിന് ശേഷം കായ്കൾ കൊണ്ട് ജാതിപത്രി സൂക്ഷ്മതയോടെ വേർപെടുത്തിയെടുക്കുന്നു. ഇവ കഴുകി വെള്ളം വാർന്നു കളഞ്ഞ് ഉണക്കിയെടുക്കും. കട്ടിയായി ഒടിയുന്ന പരുവം വരെയാണ് ഉണക്കുന്നത്. നല്ല ചുവന്ന നിറമുള്ള പത്രി സാവധാനം തവിട്ട് കലർന്ന മഞ്ഞ നിറമാകുന്നു. പായിലോ സിമൻറ്റ് തറയിലോ വാർക്കയുടെ മുകളിലോ ഉണക്കാനിടാം. നേരിട്ട് വെയിൽ കൊള്ളുന്ന വിധം വേണം ഉണങ്ങാനിടാൻ. ഒരുപോലെ ഉണങ്ങാതിരിക്കുക, ഗുണമേന്മ നഷ്ടപ്പെടുക, പൂപ്പലുണ്ടാകുക, മറ്റ് അഴുക്കുകൾ കലരുക എന്നിവയാണ് വെയിലിൽ ഉണക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നങ്ങൾ. അധികം ചൂടേറ്റ് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. മണ്ണുമായും വീട്ടുമൃഗങ്ങളുമായും എലികളുമായും പക്ഷികളുമായും കീടങ്ങളുമായും സമ്പർക്കം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദേശീയ അന്താരാഷ്ട്ര നിലവാരം കാത്തു സൂക്ഷിക്കാൻ ഇവ അത്യന്താപേക്ഷിതമാണ്. ലോഹ ട്രേകളിൽ അല്ലെങ്കിൽ റാക്കുകളിൽ നിരത്തി ഷെഡുകളിൽ പ്രത്യേകമായി ഉണക്കാറുണ്ട്. വിറകാണ് ഇവിടെ ഇന്ധനം. വെയിലിൽ ഉണക്കുമ്പോഴുള്ള പോരായ്മകൾ പരിഹരിക്കാൻ മെക്കാനിക്കൽ ഡ്രൈയിങ് സഹായിക്കുന്നു. ശുദ്ധവും പുറമേ നിന്നുള്ള വസ്തുക്കളിൽ നിന്ന് വിമുക്തവുമായിരിക്കണം ഇങ്ങനെ ഉണങ്ങിയെടുക്കുന്ന ജാതിക്കായും ജാതിപത്രിയും. സൂര്യപ്രകാശമില്ലാത്ത കാലാവസ്ഥയിൽ പോലും ഉണക്കിയെടുക്കാം എന്നതാണ് മെച്ചം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണക്കുന്നതിനായി ഹോട്ട് എയർ അവൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പറിച്ചെടുത്ത ജാതിപത്രി 75 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വാട്ടിയെടുക്കുന്നു. ഈ ചൂടിൽ ചുവന്ന നിറം നഷ്ടപ്പെടില്ല. കുമിളുകളും മറ്റും നശിച്ചു പോകുമെന്നതാണ് മറ്റൊരു ഗുണം. വാട്ടിയെടുത്ത ശേഷം 55 മുതൽ 65 വരെ ഡിഗ്രി ചൂടിൽ ഉണക്കുന്നു. 3 മുതൽ 4 മണിക്കൂർ വരെ ഉണങ്ങുമ്പോൾ ജലാംശം 8 മുതൽ 10% കായ്കൾ 14 മുതൽ 16 മണിക്കൂർ വരെ ചൂടുവായുവിൽ ഉണക്കണം. സൗരോർജം ഉപയോഗിച്ചും കായ്കളും ജാതിപത്രിയും ഉണക്കിയെടുക്കാം. ഇതിനായി ടണൽ ഡ്രയറാണ് ഉപയോഗിക്കുന്നത്. 8 ദിവസം വരെ വേണം കായ്കൾ ഉണങ്ങിക്കിട്ടാൻ. ജാതി എണ്ണയും ജാതിപത്രി തൈലവും. ഗുണനിലവാരം കുറഞ്ഞ ജാതിക്കായാണ് സാധാരണയായി ജാതി എണ്ണയെടുക്കാൻ ഉപയോഗപ്പെടുത്താറ്. 5 മുതൽ 15 വരെ എണ്ണയാണ് കായ്കളിൽ കാണുന്നത്. നിറമില്ലാത്തതോ ഇളം മഞ്ഞ നിറമുള്ളതോ ഇളം പച്ച നിറമുള്ളതോ ആണ് ജാതി എണ്ണ. ഇവയ്ക്ക് സവിശേഷമായ ഗന്ധമുണ്ട്. ഇവ വെള്ളത്തിൽ ലയിക്കില്ല, എന്നാൽ ആൽക്കഹോളിൽ ലയിക്കും. ഡിസ്റ്റിൽ ചെയ്താണ് ജാതിക്കായിൽ നിന്നും എസൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. ജാതിപത്രി നീരാവിയിൽ വാറ്റിയാണ് ജാതിപത്രി തൈലം എടുക്കുന്നത്. ചുവന്ന നിറമോ ആംബർ കലർന്ന കടുത്ത ചുവന്ന നിറമോ ആണ് ഇവയ്ക്ക്. ജാതിപത്രിയിൽ നിന്നുള്ള തൈലത്തിനാണ് വിപണിയിൽ വില കൂടുതൽ. 0.34% മുതൽ 0.65% വരെ തൈലം ഇലകളിൽ നിന്ന് ലഭിക്കും. ജാതി എണ്ണയോട് സാദൃശ്യമുണ്ടെങ്കിലും ഇവ ഗുണമേന്മയിലും വിലയിലും പിന്നിലാണ്. എസൻഷ്യൽ ഓയിൽ വേർതിരിച്ചെടുക്കുന്നതിന് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ലായകങ്ങൾ ഉപയോഗിച്ചോ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചോ വേർതിരിച്ചെടുക്കുന്നതാണ് ഗുണമേന്മയേറിയവ. കാർഷിക അറിവുകൾ
രാജി അഗസ്റ്റിനുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.